അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഫമറ. നമ്മുടെ ഈ ഇടപെടലുകളൊന്നും അസ്ഥാനത്തല്ല, അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നതും വീഡിയോ ചെയ്യുന്നതും ഒന്നും അനർഹരയല്ല എന്ന് വീണ്ടും 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 കാലം തെളിയിച്ചിരിക്കുന്നു. വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ്, സംഗീതം അനുവദനീയമാണ്. ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല. സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയവുമാണ്. അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. ഒരു സാറിലുള്ള ദൈവത്തെ അല്ലാതെ ആകാശത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കാൻ സാറിന് കഴിയില്ല. അതെ, ഞാൻ തന്നെയാണ് ദൈവം. അതാണ് തത്വമസി എന്ന് പറയുന്ന പോലെ. കേട്ടല്ലോ പറയുന്നത്. ആഗോള സൂഫി സംഘടനയാണ് ഇത്ര പേരതാണ്. ഈ സൂഫിസം എന്ന് പറഞ്ഞാൽ കുറെ താടിയൊന്നും വെട്ടാണ്ട്, അതുപോലെ കയ്യമ്മ കുറെ മാലകള്, കുറെ മോതിരങ്ങള്, അതുപോലത്തെ കുറെ വൃത്തിയില്ലാണ്ട് ഇങ്ങനെ നടന്നാലാണ് സൂഫിയാകുക എന്നാണ് ഇവരുടെ ഒക്കെ ധാരണ എന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഞാൻ ആ പറയുന്ന ആളുകൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇസ്ലാം എന്നൊരു മതം പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ നീ തന്നെയാണെന്ന് പറയുന്നു. അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ തീർത്തും ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തുള്ള വർത്തമാനങ്ങൾ പറയുക. അവിടെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നു തത്വമസി പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ഇതെല്ലൊക്കെ ഇറങ്ങി വരുന്നതിന് അള്ളാഹു ആലം. ഏതായാലും അവരെ കുറിച്ച് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അവരെ കുറിച്ച് ഇപ്പം പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് അവിടെ തലയിക്കെട്ടും കെട്ടിയിരിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എന്താ പഠിച്ചത്? കിതാബ് ഇത്ര കാലം നിങ്ങൾ ബിരുദെടുത്തതും പഠിച്ചതും അതുപോലെ കിതാബുകളിലും മറ്റൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ എന്താണ്? ഖുർആൻ പഠിച്ച നിങ്ങൾ എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന അർത്ഥം വെച്ചുകൊണ്ട് അതിനെ തന്നെ ഇവരുടെ ഈ കോപ്രായങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സൂഫിയാണെന്ന് പറഞ്ഞൊരു പച്ച ഷാളൊക്കെ ഇട്ടിട്ട് അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഇവരെ താങ്ങി നടക്കുന്ന ആളുകൾ എന്ത് ലാഭത്തിന് വേണ്ടിയാണ്? ഇതാണ് ഞാൻ പറയുന്നത്. കുറുവട്ടൂരുകൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഉന്നത ഹദറത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന്. അതിവിടേക്ക് കൂട്ടി വായിക്കേണ്ടി വരില്ലേ നമ്മള്? വേറെ ആൾ പ്രസംഗിച്ചില്ലേ, സിനിമ ഇതൊന്നും ഹറാമോ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോണ സംഗതിയൊന്നും അല്ല എന്ന് പ്രസംഗിച്ചില്ലേ? ഇപ്പൊ അതിനെ വീണ്ടും അതിനെ സാധൂകരിക്കുന്ന രൂപത്തിലാണ് ഇയാളുടെ പറച്ചിലുള്ളത്. ഇവിടെ കൂടെ മറ്റേ ആൾക്കാരെ നമ്മൾ കാണാണ്, കുറുവട്ടൂരുകളെ നമ്മൾ കാണുകയാണ്. എന്തിനും ഏതിനും കിതാബ് ഓതുന്ന നൗഷാദ് ഇതിന് കിതാബ് ഓതോ? ഇതിന് മറുപടി നൗഷാദ് പറയണം. അവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ നമുക്കറിയാം, ഇൻഷാ അല്ലാഹ് അയാൾ നമുക്ക് പിന്നീട് പിടികൂടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് നോക്കിയിരിക്കുകയാണ് അവിടെ? ഈ രൂപത്തില് പരിശുദ്ധമായ ഇസ്ലാമിനെ കരിവാരത്തേക്കുമ്പോ, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കുമ്പോ അത് നോക്കി കയ്യും കെട്ടിങ്ങനെ അവിടെ മൂകസാക്ഷിയായിരിക്കാൻ നേരത്തെ മറ്റ് തങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് തലക്കെട്ടർക്ക് കഴിയുന്നത് എന്നാണ് അറിയാത്തത്. അപ്പൊ നമ്മൾ തീർത്തും സംശയിക്കുകയാണ്. ഈ ഒരു വിഷയം ഒരാളുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഒരാൾ അതിന് പ്രതികരിച്ചത്, ഒരു റിട്ടയർഡ് മാഷാണ്. അദ്ദേഹം പറഞ്ഞത് സ്പോൺസേർഡ് സൂഫിസമാണ് എന്നാണ്. ഞാൻ വിഭാഗത്തിൽ ഇപ്പം പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ആവശ്യം പറയാം. ഒരു സ്പോൺസേർഡ് സൂഫിസമാണിത്, ഇങ്ങനെ പരിപാടികൾ തകൃതിയായി നടക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിവരം വെച്ച് അദ്ദേഹം പറഞ്ഞു. ഇത് എന്ത് സൂഫിസമാണ്, എന്ത് ഇസ്ലാമാണ്? വേറൊരാള് ഇതിനെപ്പറ്റി പറഞ്ഞത് ഇത് കഞ്ചാവാണെന്നാണ്. ഇതിൽ വേറെ സംഗതി കൂടെ നമുക്ക് കൂട്ടി ചേർക്കേണ്ടതില്ലേ? വേറെ ആള് പ്രസംഗിച്ചതാണ്, ഈ ഞങ്ങളുടെ ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ ഈ സാവ്യത്ത് സൂഫിയ പ്രതിജ്ഞാബദ്ധമാണ്. എന്തിന്? ശക്തി പകരുന്നതിന്റെ കോലമാണ് ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ആ മാഷിന്റെ കമന്റ് വളരെ കറക്റ്റാണ്. ഇതൊരു സ്പോൺസേർഡ് പരിപാടിയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ വികൃതമായ മാലോകർക്ക് മുന്നിൽ ചിത്രീകരിച്ച് ഇസ്ലാമിന്റെ സൂഫിസത്തെയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും ആരാധനകളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചത്, അവിടെ നിന്ന് സ്വന്തം നാടും വീടും വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്ത് സ്വഹാബത്ത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയത്, വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് മലിക്കുദ്ദീൻ സംഘവും നമ്മുടെ നാട്ടിൽ വന്നത്, ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിക്കാനും അതിന്റെ അധ്യാപനങ്ങൾ ലോകത്തിന് കൈമാറാനും വേണ്ടിയാണ്. എന്നിട്ട് ഇസ്ലാം എന്നൊരു മതം ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇവിടെ സ്നേഹമാണ് പ്രചരിപ്പിച്ചത്. അതിനെ പലരും ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞ് വക്രീകരിച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ കാലത്ത് ഓരോരുത്തർ വന്ന് പറഞ്ഞാല് അത് കേട്ടുകൊണ്ടും ലോകം മനുഷ്യന്മാർ നിൽക്കാൻ പറ്റുക? അത് കേട്ടുകൊണ്ട് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവുകയെങ്കിലും വേണ്ടേ? ഒരല്പം ആത്മീയത മനസ്സിലുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് ഒരല്പം ചിന്തയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തലക്കെട്ടും കെട്ടിയിട്ട് ഇതിനൊക്കെ മൗനസാക്ഷി അവിടെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്. ഇനി എന്തൊക്കെ കാണുന്നു സുബ്ഹാന ജല്ല വഅല.
അള്ളാഹു നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുന്നുണ്ട്, ഇനിയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ പാട്ട് ഒഴിവാക്കിയേക്ക്, അങ്ങനെ കണ്ടാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് ത്വരീഖത്ത്, ആധ്യാത്മിക ജീവിതം. സാധാരണ ആളുകളുടെ ജീവിതമല്ല, ആധ്യാത്മിക ജീവിതമാണ്. അങ്ങേയറ്റത്തെ തസവുഫിൻ്റെ അഥവാ പ്രപഞ്ച പരിത്യാഗത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒക്കെ അവകാശവാദങ്ങളുമായിട്ടാണ് ഈ വിഭാഗം ഈ കൈകൊട്ടിപ്പാടുന്ന കണ്ടോ. ഒരു ചങ്ങായി ഫാനൊക്കെ ഇട്ടിട്ട് നിന്ന് തുള്ളുന്നത് കണ്ടോ. ഓരോരുത്തരുടെ കയ്യിൽ ഒരു റോസ് കളർ ഒരു പ്രത്യേക തുണി കഷ്ണമൊക്കെ ഉണ്ട് കയ്യിലും തലയിലും ഒക്കെ ആയിട്ട്. ഒരു ഹാർമോണിയം ഒക്കെ ഉപയോഗിച്ച് ഇവർ ഈ ത്വരീഖത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ സമൂഹത്തിന് എന്ത് നന്മയാണ് ഇതിലുള്ളത്? സമൂഹത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന നന്മ എന്താണ് ഇതിൻ്റെ സന്ദേശം? ഇസ്ലാമിനെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ആള് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ഒരു ടീം ഇസ്ലാമിനെ വായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് കാണുമ്പോൾ അവരെന്താണ് മനസ്സിലാക്കുക ഇസ്ലാമിനെ കുറിച്ചിട്ട്? ആ ഒരു തുള്ളിച്ചാട്ടം ശ്രദ്ധിച്ചോക്കാണ് കണ്ടോ. ഒരു വലിയ ഒരു സയ്യിദിൻ്റെ മുന്നിലിരുന്ന് അല്ലെങ്കിൽ അവർ ആദരിക്കുന്ന അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറുവട്ടൂരുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഉന്നത ഹദറത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതെങ്ങനെ ഈ ത്വരീഖത്ത് എന്ന അല്ലെങ്കിൽ തസവുഫ് എന്ന ആധ്യാത്മിക ജീവിതം എന്ന പ്രപഞ്ച പരിത്യാഗം എന്ന ആ ഒരു ഇതിനോടും ഈ പ്രവൃത്തിയും തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കാൻ കഴിയുക? മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറുവട്ടൂരുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറുവട്ടൂരുകളോട് ചോദിക്കാനുള്ളത് ഇവർ പലരുടെയും പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. മഹാനരായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, അതുപോലെ തന്നെ ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തഖദ്ദസല്ലാഹു സിറാറഹുമ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുൻകഴിഞ്ഞ പല മഹാന്മാരുടെയും ആ പിന്തുണയും അവരുടെ കദമും അവകാശപ്പെടുന്നു. ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന കുറുവട്ടൂരികളെ, നിങ്ങൾക്ക് ഷംസുൽ ഉലമയുടെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു ഹാർമോണിയം സദസ്സ്, ഇതുപോലത്തെ ഒരു തുള്ളിച്ചാട്ടം, ഇതുപോലത്തെ ഒരു കൈകൊട്ടിപ്പാട്ട് എപ്പോഴെങ്കിലും ഷംസുൽ ഉലമ ഏതെങ്കിലും ഒരു വേദിയിൽ നടത്തിയതായി അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുത്തതായി അങ്ങനെ നടത്തുന്ന വേദിയിലിരുന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ടെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ഷംസുൽ ഉലമയിൽ മാതൃകയുണ്ടെന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ നിങ്ങൾ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുന്ന ആൾക്ക് എന്താണ് മനസ്സിലാവേണ്ടത്? അദ്ദേഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷംസുൽ ഉലമയും ഇത്തരം പേക്കൂത്തുകൾ കാണിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്തരം ഹാർമോണിയം പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് വല്ല ന്യായവും ഏതെങ്കിലും ഒരു കിതാബിന്റെ കല്ലിലോ വക്കിലോ മൂലയിലോ നിങ്ങൾ ഉള്ളതിന് കുട്ടിപ്പടുത്തുണ്ടാക്കിയാൽ പോലും ഇതെന്താണ് സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എന്ത് സന്ദേശമാണ് സമൂഹത്തിന് ഇത് കാണിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമ്മളെ കാരണവന്മാർക്കൊക്കെ ഒരു ചൊല്ലുണ്ട്, അവർ പറയാറുണ്ട്, വല്ലാക്ക നടന്ന് പാത്തിയാൽ കുട്ടികൾ വല്ലാക്ക നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ നിങ്ങൾ ആധ്യാത്മിക ജീവിതം അവകാശപ്പെടുന്ന ത്വരീഖത്ത് അവകാശപ്പെടുന്ന മറ്റു പ്രപഞ്ച പരിത്യാഗം സുഹൃത്ത് അവകാശപ്പെടുന്ന നിങ്ങളിൽ നിന്ന് ഇത്തരം പാട്ടുകളും ഇത്തരം തുള്ളിച്ചാടലുകളും സമൂഹത്തിന് കൈമാറുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളിലൂടെ ദീന് നോക്കി കാണുന്ന ആളുകൾ ഇതിൻ്റെ എത്രയോ അപ്പുറത്തേക്ക് പോവില്ലേ? ഇപ്പൊ ന്യൂജൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അങ്ങേറ്റം തുള്ളിച്ചാട്ടങ്ങളും അതുപോലെ ഇതുപോലത്തെ ആവേശങ്ങളും അതിൻ്റെ പേരിൽ മാത്രം അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും അതിനുവേണ്ടി മാത്രം അവസരങ്ങൾ കാത്തു നടക്കുകയും ചെയ്യുന്ന ഈ ന്യൂജൻ പിള്ളേർക്ക് ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ ത്വരീഖത്തിൻ്റെ ആളുകളാണെന്നും പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കുറുവട്ടൂരുകൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നേരത്തെ പറഞ്ഞ സൈനുൽ, അതുപോലെ ജർഷേരി ഉസ്താദ്, ഇ.കെ. ഉസ്താദ്, അതുപോലെ തന്നെ നിങ്ങൾ പലരുടെയും പിന്തുണ അവകാശപ്പെടുമ്പോൾ അവരാരെങ്കിലും ഇതുപോലത്തെ ഒരു സദസ്സിന് നേതൃത്വം കൊടുത്തതായി എവിടെയെങ്കിലും എന്തെങ്കിലും നേതൃത്വം ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നേതൃത്വം കൊടുത്തതായി
നിങ്ങൾക്ക് സമൂഹത്തെ മുന്നിൽ തെളിയിക്കാൻ കഴിയുമോ? അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി, അതിൽ ശംസുലുലമന്റെ മാതൃകയില്ല, അതില് പിന്നെ സയ്യിദുലുലമന്റെ മാതൃകയില്ല, അതിൽ ഒരാളുടെയും മാതൃകയില്ല, CM വലിയുള്ളാഹി മഹാനവറുകളുടെ മാതൃകയില്ല, ആരുടെയും മാതൃകയില്ല. അപ്പൊ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക. അതിന് പാകപ്പെടുന്നവർ ആരാണ് അവരെ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. അതിന് പാകപ്പെടാത്തവരൊക്കെ വിദേഹത്തിന്റെ ആളുകളും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോയി നിർത്താൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുക. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക്. എന്നാൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊടുക്കും കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇസ്ലാമിന്റെ പേര് പറയരുതെന്ന് മാത്രം.